ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി ആമ്പൂർ സ്റ്റൈലിലുള്ള മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ മുളകൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. ഈ മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാഡ്ഗി ചില്ലി എടുക്കാം, കാശ്മീർ ചില്ലി എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. കളറിന് വേണ്ടിയിട്ടാണ്, എരിവ് അധികം ഉണ്ടാവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. നമ്മളിതിന് വേറെ ബിരിയാണി മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ചില്ലി പേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10-13 ചില്ലി എടുത്തിട്ടുണ്ട്. ഇതിനെയും വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. പച്ചവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിട്ട് വെക്കാം. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടിക്കോളും. നല്ല നീറ്റായിട്ട് നൈസായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇതൊരു 30 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ജീരക സാമ്പാർ റൈസാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊരു 10-20 മിനിറ്റ് വരെയെങ്കിലും മിനിമം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. ഞാനിവിടെ കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കഴുകിയിട്ട് ചേർക്കാം. എന്നിട്ട് 1-2 വിസിലടുപ്പിച്ചാലും മതി. അതല്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണേ. ഇനി ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യും എണ്ണയും ഒരുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾ നെയ്യ് എടുക്കുന്നത് അതേ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മേസ്, സ്റ്റാർ അനീസ്, പിന്നെ മറാഠി മൊഗ്ഗ് എന്ന് പറയും, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 5-8 ഏലക്ക ഉണ്ടാവും, അതേ അളവിൽ ഗ്രാമ്പൂം ചേർത്തിട്ടുണ്ട്. പട്ട ഒരു വലിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ അനീസ്, അങ്ങനെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഗാർലിക് പേസ്റ്റും പിന്നെ ജിഞ്ചർ പേസ്റ്റും അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഗാർലിക് നന്നായിട്ട് മൂത്ത് വരണം. ഈ എണ്ണയിൽ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ, ഒരുപാട് ഡാർക്ക് ബ്രൗൺ അല്ല, എന്നാൽ ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ടാവണം കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്ക് ആവാൻ നിൽക്കണ്ട, പക്ഷെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവണം. അത് നിർബന്ധമാണ്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനിയും ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ അതേ അളവിലാണ് കേട്ടോ ജിഞ്ചർ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ആണെങ്കിൽ ഇതും 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ജിഞ്ചർ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് ചേർക്കുന്നത്. ഇത് രണ്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ല ഈ ഒരു ബിരിയാണിയിൽ എടുത്ത് കാണുന്നത്. ആ ഒരു ചില്ലി പേസ്റ്റിൻ്റെ മണവും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും എടുത്തറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ജിഞ്ചർ പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ടീസ്പൂൺ വരെ ചില്ലി പേസ്റ്റ് ആവാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. ഇത് പിന്നെ അധികം എരിവുള്ള ബിരിയാണി ഒന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 ടീസ്പൂൺ ധാരാളമാണ്. നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. എന്നിട്ട് ചില്ലി പേസ്റ്റിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അത് കുറച്ചധികം സമയം എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പച്ചമണം മാറാൻ ഏകദേശം ഒരു 3 മിനിറ്റ്, മിനിമം ഒരു 3-4 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തീരെ ചെറുതുമല്ല, ഭയങ്കര വലുതുമല്ല, അങ്ങനത്തെ ഒരു സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു കിട്ടണം, അപ്പോൾ അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് മഷ്റൂമാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം റൈസ് ക്വാണ്ടിറ്റി അതുപോലെ ഉണ്ടല്ലോ, 2 ഗ്ലാസ് റൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഥവാ അതിന് താഴെയാണ് എടുക്കുന്ന റൈസ് എങ്കിൽ അതിനനുസരിച്ച് മഷ്റൂം ചേർത്താൽ മതി. അപ്പോൾ മഷ്റൂം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അത് ഒരു മഷ്റൂം 4ആയിട്ടും കട്ട് ചെയ്യാം, 2ആയിട്ടും കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, ഒരു കൈപ്പിടിയോളം പുതിനയില സെയിം അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മഷ്റൂമിൽ നന്നായിട്ട് മസാലയൊക്കെ കൂട്ടായി കിട്ടിയിട്ട് അതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. മഷ്റൂമിന് അധികം വേവൊന്നുമില്ല. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ മഷ്റൂമിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. പിന്നെ അതേപോലെ മഷ്റൂം ഒന്ന് ഒരു 75% ഒക്കെ വെന്ത് വന്നോളും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. തൈരും കൂടി ചേർത്തതിന് ശേഷം ഇതിൽ മഷ്റൂമിലത്തെ വെള്ളം കൂടി കംപ്ലീറ്റ്ലി ഇറങ്ങി തുടങ്ങും കേട്ടോ. ടോട്ടലി ഒന്ന് വാട്ടറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം എല്ലാം കംപ്ലീറ്റ്ലി ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ഗ്രേവി പരുവത്തിലായിട്ടില്ലേ. ഈ സമയത്ത് നമുക്കിതിലേക്ക്
വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ റൈസിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് റൈസാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളം അല്ല കേട്ടോ. 3 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിരുന്നു. 3 ഗ്ലാസ് വെള്ളം എനിക്ക് കറക്റ്റായിരുന്നു. കാരണം റൈസ് ഭയങ്കര ചെറിയ റൈസാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് ടാലി ആയിക്കോളും. റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാരങ്ങാനീര് വേണ്ട, അധികം പുളിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലും ഈ നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് വലിയതായിട്ട് അങ്ങ് പുളിയൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്നും തൊടാതെ വിടുക. 10 മിനിറ്റ് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് തുറന്നതിന് ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഷ്റൂം ഒക്കെ മുകളിൽ വന്നിട്ടുണ്ടാവും, പിന്നെ വെള്ളം ഒക്കെ മുകളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്, ഹൈ ഫ്ലെയിം അല്ല. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കണേ, തൊടാനേ പാടില്ല കേട്ടോ. കുറച്ച് നേരം കൂടി അങ്ങനെ തന്നെ ആ ചൂടിൽ നിൽക്കട്ടെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ലേ. ടോട്ടലി കുക്കിംഗ് ടൈം വന്നിട്ട് 15 മിനിറ്റ്സ് ആയിരുന്നു. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംബൂർ സ്റ്റൈൽ മഷ്റൂം ബിരിയാണി റെഡിയാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്, ഓവറായിട്ട് കുക്കായി പോയിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ അതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ സംഭവം സൂപ്പറാണ് കേട്ടോ. ഈ റൈസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്നല്ല, നല്ല ഫ്ലേവേർഡ് റൈസാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, ഉറപ്പായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെമൺ ഷാവികയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേർമസിലി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് റൈസ് വേർമസിലിയാണ് കേട്ടോ. ഇത് മന്നാടെ റൈസ് വേർമസിലിയാണ്. ശരിക്കും ഈ ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് കോൺകർഡ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്നെ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. നല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കുമല്ലോ, വെള്ളം നന്നായിട്ട് തിളപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ വേർമസിലി അതിന് ഇട്ടിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണം. ഇതിട്ട് തിളപ്പിക്കാൻ പാടില്ല, സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേർമസിലി റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു വെക്കണം. അതിൻ്റെ മുകളിലൊന്ന് പച്ചവെള്ളം ഒഴിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് റൈസ് വേർമസിലി റെഡിയാക്കി കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേവിച്ചെടുക്കുന്നത് മാത്രം. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണം, പച്ചക്കപ്പലണ്ടി. നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം കേട്ടോ. അത് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പച്ചക്കപ്പലണ്ടി ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇനി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വേർമസിലിയില്ലേ, ഇതിനെ ഷാവിക എന്നാണ് ഇവിടെ പറയുന്നത് കർണാടകയിൽ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത അടിപൊളിയായിട്ട് കിട്ടിയേക്കുന്ന ഷാവികയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം എന്തായാലും. ഓക്കെ, അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. പക്ഷേ ഇതെൻ്റെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ എന്താ പറയുക റിസ്ക് എടുക്കാൻ പോയില്ല. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു 2 ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഹോൾ ഒരു നാരങ്ങ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ഷാവികയാണല്ലോ, അപ്പോൾ ലെമണിൻ്റെ സ്മെല്ല് കുറച്ച് അധികം നിൽക്കണം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് അധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് വൈകുന്നേരം വരെയൊക്കെ വെക്കുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ തേങ്ങ നേരത്തെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും കാലിയാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയെല്ലാം നന്നായിട്ട് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ ഷാവിക റെഡിയാണ് കേട്ടോ. ഇതൊരു ഫേമസ് കർണാടക ബ്രേക്ക്ഫാസ്റ്റ് ഡിഷും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.